ഹേവു മമ്മീൻ്റെ അടുത്ത് വാ. നമ്മൾ നമ്മുടെ മന്ദിറിലാണ് നിൽക്കുന്നത് അല്ലേ? ഷൂ കണി ഒരുക്കുകയാണല്ലേ? സമയം രാത്രി 12:30. അത്ര ആയിട്ടുള്ളൂ. വിഷുക്കണി നമുക്ക് ഒരുക്കി കഴിഞ്ഞു. കുഞ്ഞുണ്ടല്ലോ അവിടെ. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? നമ്മുടെ കൃഷ്ണ ബ്ലൂ. കൃഷ്ണന്റെ റിയൽ ആയിട്ടുള്ള സംഭവം കിട്ടിയപ്പോൾ ശരിക്കും ഇതാണ് വേണ്ടത്. എന്ത് വെക്കുന്ന അറിയോ? ഇവിടെ ബാൽക്കണ്ണാടി വെച്ചിട്ട് വെക്കാനുള്ളതാണ്. ഇരുത്തി കാണിക്കാം, നല്ല കാണും. കൃഷ്ണനെ കണ്ടോ? കൃഷ്ണ കൃഷ്ണ ഇതെന്താണ്? പൈസ. ശ്രീ മഹാലക്ഷ്മി. ഹേവ്സേ, show me what are you doing here? Dad. അയ്യോ, ഡാഡിക്ക് കൈനീട്ടം തരാൻ വേണ്ടിയിട്ടാ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. 1 2 3 4. പിന്നെന്താ? ഓക്കെ ആയില്ലേ? അയ്യോടാ. ഗോഡ് ബ്ലസ് യു മൈ ഡാർലിങ്സ്. ഹായ് എല്ലാവർക്കും. നല്ല പ്രോസ്പറസ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വിഷു ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിഷു ഉണ്ടാകട്ടെ. ഇതാണ് നമ്മുടെ വിഷുക്കണി. ഓക്കെ, നമ്മൾ ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് 1:30 വരെ ഇരുന്ന് ഡെക്കറേറ്റ് ചെയ്താണ്. ഒരു 1:30 വരെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മള് 4:45 5 മണിയാകുമ്പോ എഴുന്നേറ്റും കണി കണ്ടു. കുഞ്ഞിന്റെ ഈ വർഷത്തെ കഴിഞ്ഞിട്ട് കേട്ടോ. അയ്യോടാ. ഗോഡ് ബ്ലസ് യു മൈ ഡാർലിങ്സ്. ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണന് ബ്ലൂ ഡ്രസ്സ്, പുതിയ ഡ്രസ്സ്. നമുക്ക് എല്ലാവർക്കും വിഷുക്കോടി എടുക്കുമ്പോ കണ്ണനും വിഷുക്കോടി എടുത്തു അല്ലേ? പിന്നെ താമരപ്പൂവും റോസും പിന്നെ ജാസ്മിനും. പിന്നെ ജാസ്മിൻ നമുക്ക് മോർണിംഗിലാണ് കിട്ടിയത്. പിന്നെ കണിക്കൊന്ന് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ കണിമീൻ. വെള്ളരി കിട്ടി, കുഞ്ഞു വെള്ളരി. പിന്നെ ഇവിടുന്ന് ഇതാണ് കിട്ടിയല്ലേ നമുക്ക്? ഇതാണ് കിട്ടിയത്. അതിലും മയിലും മയിൽപീലിയും അത് കിട്ടി. പിന്നെ എന്താണ്? പിന്നെ നമ്മള് പിന്നെ കുറച്ചുകൂടെ ഫ്രൂട്ട്സ്. ചക്ക കിട്ടി. സാധാരണ ചക്ക അങ്ങനെ കിട്ടാറില്ലാത്തതാണ്. അത് കിട്ടി. ഉണ്ട്, പക്ഷെ അങ്ങനെ അവൈലബിൾ ആവാറില്ല മാർക്കറ്റിൽ. പക്ഷെ നമുക്ക് കിട്ടി. പിന്നെന്താണ് നമ്മൾ പിന്നെ വെജിറ്റബിൾസ് വെച്ചു. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, പയറുകളെ റെപ്രസെന്റ് ചെയ്ത് ഇത് വെച്ചു. അത് മലര് വെച്ചു.
അങ്ങനെ എല്ലാ സംഭവങ്ങളും അരി കൊടുത്തു. കഴിഞ്ഞിട്ട് നമ്മള് ഹേവുന് എല്ലാവരും അതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് വിചാരിക്കുന്നത്. വെറ്റിലല്ലേ കൊടുക്കുക, നമ്മള് വെറ്റിലാണ് അവിടെ വെക്കുക. രാവിലെ നേരത്തെ ഒരു 5-5:15 കുഞ്ഞൂസിന് നല്ല ഉറക്കായിരുന്നു അല്ലേ? അവർക്കത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു. അപ്പൊ വെറ്റിലയും അതിൽ കൊന്നപ്പവും പിന്നെ ഒരു ഫ്രൂട്ട് വെച്ചു, പിന്നെ അടക്കയും വെച്ചു അതിനായിട്ട്. ഓക്കെ, പിന്നെ 1 രൂപ കോയിനും വെച്ചു. പിന്നെ ഇവിടെ നെല്ല് കിട്ടിയില്ലായിരുന്നു, അരി ഉണ്ടായിരുന്നു, അരി വെച്ചു. അപ്പൊ ഇതൊക്കെ വെച്ച് നല്ല ശുഭമായിട്ട് ഹേവുന് തന്നൂല്ലേ. പായസം ഇന്നിക്കണം. ഇനിയിപ്പോ സദ്യ നമ്മള് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് സദ്യ ഭക്ഷണമൊക്കെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു വിഷു ആശംസിക്കുകയാണ്. പിന്നെ നമ്മള് ഇതൊക്കെ ഏകദേശം എല്ലാരും കണ്ടു. നിങ്ങളും അതേപോലെ തിരക്ക് തന്നെ ആയിരിക്കും അല്ലെ? ഭക്ഷണം, കണി കണ്ടു, എല്ലാവരും നമ്മള് കണി കണ്ടു, നിങ്ങളും കണി കണ്ടു, അതല്ല ഉദ്ദേശിച്ച്. അതന്നെ. പിന്നെ ഇപ്പൊ എല്ലാരും സദ്യന്റെ തിരക്കിലായിരിക്കും അല്ലെ? ഞങ്ങളും ഏകദേശം ആ ഒരു ഇതിലേക്ക് വരാൻ പോകുന്ന സമയമൊക്കെ ആയി, ഏകദേശം 10-12 ആയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ അടുത്ത പ്രോഗ്രാം സദ്യയും കാര്യങ്ങളൊക്കെ വേറൊരു വീട്ടിലാണ്. അപ്പൊ നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറെ ഫ്രണ്ട്സ്. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുന്ന് കാണാം. എല്ലാവരും അടുത്ത വിശേഷം അവിടുന്ന് കാണാം. അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ചിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ ഒരാള് ഭയങ്കര തിരക്കിലാണ്. എന്നതിനാട്ടെ രാവിലെ തന്നെ ഇന്നലെ എന്നോട് പറഞ്ഞതാണ് കുറച്ച് മുല്ലപ്പൂ മാല കൊണ്ട് തരണം. ഇന്ന് വിഷു അല്ലേ? അപ്പൊ ഇന്നലെ എനിക്ക് അത് കിട്ടിയില്ല, പല ഷോപ്പുകളിലും ചെന്നിട്ട്. അപ്പൊ അതിന്റെ ഒരു പരിഭവത്തിൽ ഇന്ന് എനിക്കൊരു പണി കിട്ടിയതാണ് മുല്ലപ്പൂ മാല കോർത്ത് കൊടുക്കാൻ. മുല്ലപ്പൂ മാത്രമേ കിട്ടിയുള്ളൂ. കെട്ടുന്നുണ്ട്. ഹേവു മമ്മിയുടെ അടുത്ത് വാ. നമ്മൾ നമ്മുടെ മന്ദിറിലാണ് നിൽക്കുന്നത് അല്ലേ? അറിയാല്ലേ ഇതിനെ കുറിച്ച്? ഷുഗർ, അവില്, മലര്, അരി, കൈനീട്ടം. അതെ, ഇവിടെയാണ് പാർട്ടി. നമ്മൾ ഇവിടെയാണ് ഇന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതാണ് ഗവൺമെന്റിന്റെ അല്ലേ, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ അല്ല, വർക്ക് ചെയ്യുന്ന ഏരിയ അല്ല, അവർ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന നല്ല രസമാണിത്. കുറെ ഗ്രീനറി SCCLന്റെ ഏരിയ ആണിത്. അപ്പൊ ഇങ്ങനെയാ നല്ല പച്ചപ്പും കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ വീടുകളൊക്കെ കാണാം. അപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കവറെടുത്തോ? മഹാമായ ടെമ്പിൾ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്താ പറയാ വിഷു സെലിബ്രേഷൻ ഇവിടുന്നാണ്. നല്ല കൂട്ടാ. അതെ, നല്ല കമ്പനിയാണ് ഇവര്. പോവാ. അതെ. ഹലോ ഡാഡി. ഹേവു ജ്യൂസ് അല്ല. ഹേവു ചേച്ചിനോട് സംസാരിച്ചില്ലല്ലോ? മെല്ലെ മെല്ലെ സംസാരിച്ചോളൂ. എന്താന്നറിയോ? പൈസ എന്തിനാ തന്നെ? ഈ ഗ്രീനറി ഒക്കെ കണ്ടപ്പോഴേ ഇതിലുണ്ടാക്കിയതാ, ഓരോന്ന് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയത്. അത് കണ്ടപ്പോ ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇവിടുന്ന് ഫോട്ടോഷൂട്ട് നടത്തും. അകത്ത് വേറെയും കുറെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മള് മാത്രമല്ല അല്ലേ. കുറെ പേര് വരാനുണ്ട്, വെയിറ്റിങ്ങിലാണ്. അവിടെ കണ്ടോ ചെറിയൊരു കുട്ടി പാർക്ക്. അതാണ് ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, പാർക്ക് ഉണ്ട്. ഇത് ഇവിടുത്തെ വീടുകൾ. ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ്. നല്ല ചൂട്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷെ ഇവിടെ തണുപ്പാ. ഈ ചൂടൊന്നും നമുക്ക് അകത്തറിയുന്നില്ല. ഹേവുക്കുട്ടാ, എന്റെ ഹേവുവിനെ ഫോട്ടോഷൂട്ട് ചെയ്യട്ടെ, കാണട്ടെ. ഹേവുക്കുട്ടാ
ഇവിടെ നിന്നി. ആ കഴിച്ചോ? ഹേവു ആരുടെ സ്റ്റാറാന്ന് പറയും? വിജയ് സ്റ്റാർ. വിജയാണ് ഹേവുവിന്റെ. ഹേവു നോക്കട്ടെ. വിജയ് എന്ന് പറഞ്ഞാൽ ഹേവു നിന്ന് തരും. നല്ല നിൽക്കൂല. കാണട്ടെ. അവൻ അത് ആന്റി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. അതൊന്നും കളയാൻ പാടില്ല. നോക്കട്ടെ. ഹേവനോട് പിടിച്ച് നിർത്തും. വേണോ? ഇത് ഡോഗിയുടെ അല്ലേ? നല്ലതാ അത്. നെയ്മർ നല്ല ഡോഗ്. അതാ സ്റ്റൈൽ അല്ലേ? അല്ല, അതിന്റെ സുഖം വേറെയാണ്. ഞങ്ങളവിടെ മോളിൽ എത്ര ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര ഐറ്റം ഫ്രണ്ട് ഉണ്ടാകും. അത് കഴിഞ്ഞ് 5 മണിക്ക് ഇവർ കണി കണ്ടിട്ട് കണ്ട് ഉറങ്ങിയതാവാൻ നീച്ചിട്ടില്ല. വിഷയം വിളിക്കുമ്പോ എടുക്കുന്നില്ല. ഒത്തിരി വിളിച്ചപ്പോ എടുത്തു. ഇതൊക്കെ ഇന്നാണ് ഉണ്ടാക്കിയത്. ഇന്നലെ അപ്പൊ ടേസ്റ്റ് കൂടുക. നമ്മളവിടെ പുളിയിഞ്ചി വരും. എന്റെ വീട്ടിലൊക്കെ മയില് കറങ്ങി എടുക്കുക. എവിടെ വീട്? എന്റെ ആക്ച്വലി പെരിന്തൽമണ്ണ വീടല്ല. അറിയാം. പെരിന്തൽമണ്ണയിൽ നിന്ന് നിലമ്പൂര് വരുന്ന വഴിയില് പാണ്ടിക്കാട്. അതാണ് സപ്ലൈ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾ വേണം. ഹേവ് തന്നെ കഴിക്കുന്നുണ്ടോ? ഏത്? എത്ര നേരമാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഞാൻ എന്തൊരു പണി എടുത്തോണ്ടിരിക്കുവാണ്. പക്ഷെ സദ്യ കഴിക്കല് സുഖമുള്ളവരുണ്ട്. മുതിരി വേണം, ചോറ് വേണം. എല്ലാരും കൂടെ നോക്കുക. സ്റ്റാർട്ടിങ് അല്ല, ഞാൻ ഇപ്പൊ അവന്റെ മോന്റെ കൂടെ വന്നാലും ഞങ്ങള് പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മൾ വിളിച്ചിട്ട് ഇപ്പൊ ഇവര് തന്നെ കൊണ്ടേ വിടാനും പോകണ്ട. അപ്പൊ ഈ വെയിലത്തെ അറിയില്ല. ആരാംസെ ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞു. നമ്മള് നമ്മുടെ വിഷു സെലിബ്രേഷൻ ഒക്കെ 2024 അല്ലേ? വിഷു സെലിബ്രേഷൻ കഴിഞ്ഞ് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. 5-5:30 ആയി സമയം. എല്ലാവരും ഒന്ന് കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെത്തിയ പോലെ നാട്ടിലെത്തിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതിനേക്കാളും ഒരു സന്തോഷം. കാരണം കുറച്ച് പേരല്ല, ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുള്ള ഫീലിംഗ് നമ്മൾ ഒറ്റയ്ക്കല്ല, അങ്ങനത്തെ ഒരു തോന്നലുണ്ട്. അപ്പൊ നമ്മളെ പോലെ പുറത്ത് താമസിക്കുന്ന ഫാമിലിയൊക്കെ ദൂരെയുള്ള നമ്മളെ പോലുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയ ആശ്വാസം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മകളാണ്. അതോടൊപ്പം നിങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ സന്തോഷം ഇരട്ടിയാണ്. അപ്പോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം അല്ലേ ദിനേട്ടാ? ബൈ. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒന്നും കൂടെ വിശ്വാസംസകൾ നേരാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.